4 വർഷത്തെ കരാറിൽ ആൻഡ്രിയ പിർലോ ഇറ്റാലിയൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി ചുമതലയേൽക്കുന്നു. രാജ്യത്തെ ഫുട്ബോൾ രംഗം നവീകരിക്കുന്നതിനും വരാനിരിക്കുന്ന 2030 ലോകകപ്പിന് സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ ടീമിനെ സജ്ജമാക്കുന്നതിനുമുള്ള വലിയ പദ്ധതികളുടെ ഭാഗമായാണ് ഈ നിയമനം. പശ്ചാത്തലം: 2014 ബ്രസീൽ ലോകകപ്പിന് ശേഷം കഴിഞ്ഞ 3 ലോകകപ്പുകളിലേക്ക് 2018 റഷ്യ, 2022 ഖത്തർ, നോർത്ത് അമേരിക്കൻ ടൂർണമെന്റ് യോഗ്യത നേടാൻ ഇറ്റലിക്ക് കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഏപ്രിലിൽ ജെന്നാരോ ഗട്ടുസോ പരിശീലക സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ പരിശീലകനായുള്ള അന്വേഷണം ആരംഭിച്ചത്. രാജ്യത്തിന്റെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നിനാണ് ഇതിലൂടെ പരിഹാരം കാണാൻ ശ്രമിക്കുന്നത്. മറ്റ് സാധ്യതകളും പിർലോയുടെ വരവും കാർലോ ആഞ്ചലോട്ടി, പെപ് ഗാർഡിയോള തുടങ്ങിയ പ്രമുഖ പരിശീലകരെ ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് IGC സമീപിച്ചിരുന്നെങ്കിലും അത് വിജയം കണ്ടിരുന്നില്ല. തുടർന്ന് രാജ്യത്തിന്റെ ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായ പിർലോയിലേക്ക് ഫെഡറേഷൻ എത്തുകയായിരുന്നു. 2006 ഇറ്റലിക്കൊപ്പം ലോകകപ്പ് നേടിയ താരം കൂടിയാണ് പിർലോ. പരിചയസമ്പത്ത്: ഈ ഫസ്റ്റ് ഡിവിഷൻ ലീഗിലെ ദുബായ് യുണൈറ്റഡ് ക്ലബിന്റെ പരിശീലകനായി പ്രവർത്തിച്ചിട്ടുള്ള 47-കാരനായ പിർലോ 2020 മുതൽ 21 വരെ സീസണിൽ യുവന്റസിനെയും പരിശീലിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കീഴിൽ യുവന്റസ് കോപ്പ ഇറ്റാലിയ, ഇറ്റാലിയൻ സൂപ്പർ കപ്പ് കിരീടങ്ങൾ നേടിയിരുന്നു. ഇറ്റാലിയൻ ഫുട്ബോളിലെ യുവജന വികസനവും കഴിവുകളും വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള വലിയ മാറ്റങ്ങളുടെ ആദ്യ ചുവടുവെപ്പായാണ് പിർലോയുടെ ഈ നിയമനം വിലയിരുത്തപ്പെടുന്നത്.